ചോദിക്കപ്പെടുന്നു, എന്തുകൊണ്ട് യേശു ഇത്ര ഫേമസ് ആയി മാറി? ഉണ്ടെങ്കിൽ അതിനശ്വരമായ യേശു മാത്രമാണ്. സകല ലോകത്തിലും ഒരു വെളിച്ചമായിട്ടുള്ളത് യേശു മാത്രമാണ്. അതുകൊണ്ടാണ് യേശു ഇത്രയും എല്ലാവരുടെയും മുമ്പിൽ ഫേമസ് ആയി മാറിയത്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ ഒത്തിരി രാഷ്ട്രീയ ചിന്തകന്മാരുണ്ട്, ഒത്തിരി തത്വ നേതാക്കന്മാരുണ്ട്, ഒത്തിരി രാജകീയമാകുന്ന നിലവാരങ്ങളിൽ ജീവിച്ചവരുണ്ട്. പക്ഷെ ഇവരെക്കാളൊക്കെ ഒരു പടി മുമ്പിൽ ഒത്തിരി മുമ്പിൽ യേശു നിൽക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് യേശുവിന്റെ ജനനത്തിന്റെ പ്രത്യേകതയാണ്, യേശുവിന്റെ ജീവിതത്തിന്റെ പ്രത്യേകതയാണ്, യേശുവിന്റെ മരണത്തിന്റെ പ്രത്യേകതയാണ്. അത് മാത്രമല്ല, ഇവിടെ ഏത് മനുഷ്യൻ മരിച്ചാലും ശവക്കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോൾ യേശുവിന്റെ പ്രത്യേകത എന്നുള്ളത് ശവക്കല്ലറയ്ക്ക് അപ്പുറമായി മരിച്ചവരിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റു എന്നതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് യേശു മരിച്ചത്? എന്തിനു വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്? എന്റെ മുമ്പിൽ അധികം സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ ചിന്ത പറഞ്ഞാൽ അവൻ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം വേർതിരിക്കുവാനായി താല്പര്യം. എന്തുകൊണ്ട് യേശു ഇത്ര വിലയേറിയ ഒരു വ്യക്തിയായി മാറി? നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉണ്ട്, മതതത്വ ചിന്തകന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഈ മനുഷ്യരെ എല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും പാപമില്ലാത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് യേശു മാത്രമേ ഉള്ളൂ. നമ്മുടെ ചുറ്റുപാടുള്ള, നമ്മുടെ ഭവനത്തിലുള്ള, നമ്മുടെ ദേശത്തുള്ള ഏത് വ്യക്തിത്വങ്ങളെ എടുത്തു പഠിച്ചാലും നമുക്കറിയാം സകല മനുഷ്യരും പാപിയാണ് എന്നുള്ളത്. എന്നാൽ യേശു തന്റെ ജീവിതകാലത്ത്, തന്റെ ശുശ്രൂഷ കാലത്ത് സകലരെയും നോക്കി എന്ന് പറഞ്ഞു, എന്റെ പാപത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്ക് ബോധം വരുത്തുവാൻ കഴിയും? അവരുടെ ശാസ്ത്രന്മാരും പരീക്ഷന്മാരും പുരോഹിതന്മാരും തത്വചിന്തകന്മാരും ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും യേശുവിന്റെ പാപം കാണിക്കുവാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ യേശുവിൽ പാപമില്ലായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് യേശു പാപമില്ലാത്തവനായി എന്ന് മാറി എന്ന് ചോദിച്ചാൽ യേശു ദൈവമാണ് എന്നുള്ളതാണ് എന്റെ വിശേഷത. യേശു ദൈവമായി ഭൂമിയിൽ വന്നതെന്തിനാണെന്ന് ചോദിച്ചാൽ മാനവലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. നമുക്കറിയാം, മതങ്ങളൊക്കെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒത്തിരി സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒത്തിരി ഏരികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒത്തിരി സ്ഥലങ്ങൾ, ഒത്തിരി മനുഷ്യന്മാരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവർക്കാർക്കും മനുഷ്യന്റെ പാപത്തെ മാറ്റുവാൻ കഴിയുന്നില്ല. കാരണം എന്താ? ആ വ്യക്തിത്വങ്ങളെല്ലാം പാപികളാണ് എന്നുള്ളതാണ്. പ്രിയ സ്നേഹിതർ, നമ്മുടെ വീട്ടിൽ പാപികളല്ലേ ഉള്ളത്, നമ്മുടെ ദേശത്ത് പാപികളല്ലേ ഉള്ളത്. അതുകൊണ്ടല്ലേ നമ്മൾ എന്നും വായിക്കുന്ന പത്രവാർത്തകൾ എടുക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളല്ലേ നമ്മൾ കേൾക്കുന്നത്. എന്തുകൊണ്ട് ഇതൊക്കെ കേൾക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിന് പിന്നിലൊക്കെ ഓരോ കാര്യങ്ങളുണ്ടെങ്കിലും മൂല കാരണം എന്ന് പറയുന്നത് പാപം എന്ന അവസ്ഥയാണ്. ഈ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന്, പാപത്തിൽ ജനിക്കപ്പെടുന്ന മനുഷ്യന്, പാപിയായി ജീവിക്കുന്ന ഒരു മനുഷ്യന് സകല മതങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെയുള്ള മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്, മറ്റൊരു ദേശമുണ്ട്. തിരുവചനം ഇങ്ങനെ പറയുന്നു, നിത്യത എന്ന അവസ്ഥ, സ്വർഗം എന്ന അവസ്ഥ. ഈ സ്വർഗത്തിലേക്ക് എനിക്കോ നിങ്ങൾക്കോ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ പാപമില്ലാത്തൊരവസ്ഥയിൽ ഞാനും നിങ്ങളുമാകണം. എനിക്കും നിങ്ങൾക്ക് പാപമില്ലാത്തൊരവസ്ഥ ഉണ്ടാകണമെങ്കിൽ പാപമില്ലാത്തൊരു മനുഷ്യനെയും നിങ്ങളെ രക്ഷിക്കണം. അങ്ങനെ പാപമില്ലാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് യേശുവല്ലാതെ മറ്റൊന്നുമില്ല, മറ്റാരുമില്ല എന്ന് വളരെ ക്ലിയറായി ചരിത്രം തെളിയിക്കുന്നു. വളരെ ക്ലിയറായി അവർ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നു. എന്തിനേറെ നമ്മുടെ ഗാന്ധിജി പോലും യേശുവിനെ കുറിച്ച് വളരെ മനോഹരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാപമില്ലാത്ത ഒരു മനുഷ്യൻ യേശു മാത്രം, അത് യേശു മാത്രം. എന്തിനാ യേശു വന്നത്? പാപിയെ രക്ഷിക്കുവാൻ വേണ്ടി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാൻ എന്തെങ്കിലും ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ പരിഹാരം എന്നുള്ളത് ഒന്നും ഇവിടെ നടക്കുന്നില്ല. കർമ്മങ്ങൾ ചെയ്താലോ പുണ്യങ്ങൾ ചെയ്താലോ അവൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയാലോ നമ്മുടെ പാപം പരിഹരിക്കപ്പെടുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാപം അവൻ മായ്ക്കപ്പെടണമെങ്കിൽ രക്തം ചുണ്ടിയെ പറ്റുകയുള്ളൂ. അങ്ങനെയെങ്കിൽ യേശു ഈ ഭൂമിയിൽ വന്ന് ഒരു പാപവും ചെയ്യാതെ ദൈവമായി ഇറങ്ങി വന്ന് മനുഷ്യരൂപത്തിൽ അവൻ ദൈവത്വം മാറ്റിവെച്ചിട്ട് മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചത് എനിക്കും നിങ്ങൾക്കും ഒരു മാതൃകയാണെന്ന് തിരിച്ചറിയണം. ആ മാതൃക അവസാനം വരെ, ക്രൂശിലാകുന്നത് വരെ, എനിക്കും നിങ്ങൾക്ക് മരിക്കുന്നത് വരെ യേശു പാപം ചെയ്തില്ല. അതിനുശേഷമോ എന്റെയും നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരമായി ഒരു വാഗ്ദത്തം കൂടെ യേശു പറഞ്ഞു, ആര് എന്നെ വിശ്വസിക്കുന്നുവോ അവന് പാപമോചനമുണ്ട്. ഇന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ പാപമോചിക്കപ്പെടുവാൻ മറ്റൊന്നും ചെയ്യേണ്ട, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. പാപമില്ലാത്ത യേശുവിനൊന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുക. യേശുവേ, ഇത്രയും കാലം ഞാൻ പാപിയായി ജീവിച്ചു, തെറ്റുകാരനായി ജീവിച്ചു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഉൾക്കൊള്ളുന്നു, പാപമില്ലാത്തൊരു മനുഷ്യൻ നീ മാത്രമാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാകുന്നു. എന്റെ ജീവിതത്തിലെ പാപത്തിന്റെ അവസ്ഥക്ക് മാറ്റം വരുത്തണമേ എന്ന് ആര് പ്രാർത്ഥിക്കുമോ, ആര് ചിന്തിക്കുമോ?
ആരാഗ്രഹിക്കുമോ? പ്രിയ സ്നേഹിത, ഈ പാപം നിമിത്തം നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ലല്ലോ, നമ്മുടെ ദേശത്ത് സമാധാനമില്ലല്ലോ. ഈ സമാധാനത്തിനൊക്കെ അസമാധാനത്തിനൊക്കെ കാരണം നമ്മുടെ പാപത്തിന്റെ അവസ്ഥയാണ്. യേശു പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറയട്ടെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുത്ത് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. പകലന്തിയോളം അധ്വാനിച്ച് ഭാരത്തോടെ പ്രയാസത്തോടെ കൂടെയായി അവൻ ഭവനത്തിൽ ചെന്ന് കയറുമ്പോൾ അവിടെയും ഒരു സ്വസ്ഥതയില്ലാതെ ഇരിക്കുന്ന പ്രിയ സ്നേഹിത, താങ്കളോട് പറയട്ടെ, താങ്കളുടെ ജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുവോ? ഒരു സന്തോഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുവോ? ഒരൊറ്റ വഴി എന്ന് പറയുന്നത് യേശുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. യേശുവിനെ അടുത്ത് വരിക എന്നുള്ളതാണ്. മതം മാറുവാനല്ല കേട്ടോ, അവൻ മറ്റൊന്നും ചെയ്യുവാനല്ല കേട്ടോ പറയുന്നത്. നീ നിൽക്കുന്ന നിൽപ്പിൽ, നീ ആയിരിക്കുന്നിടത്തിൽ അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ, എന്റെ പാപം യേശുവിലൂടെ മോചിക്കപ്പെടുമെങ്കിൽ ഈ നിൽക്കുന്ന നിൽപ്പിൽ ഞാൻ യേശുവിനെ വിശ്വസിക്കുമെന്ന് എത്ര പേർ പറയുവാൻ തയ്യാറാകും? താങ്കളുടെ ആ ഒറ്റ വിശ്വാസം മതി താങ്കളെ ഈ നരകത്തിൽ നിന്ന്, ഈ നരക ജീവിതത്തിൽ നിന്ന് നിത്യമാകുന്ന സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നതാണ്. ആ യേശുവിലേക്ക് വിശ്വസിക്കുവാൻ താങ്കളെ ഞാൻ ആഹ്വാനം ചെയ്ത എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.